പുല്ലുവെട്ടുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുവാൻ പുരുഷന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളോ? ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ജോലി സാധ്യതയുണ്ടോ? പുല്ലുവെട്ടുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിൽ നിരവധി സ്ത്രീകൾക്ക് പരിശീലനം നൽകി അവരെ പുല്ലുവെട്ടുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുവാൻ പ്രാപ്തരാക്കി നിരവധി സ്ത്രീകൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മാന്യമായ വരുമാനം ലഭിക്കുന്നവരാക്കിയിരിക്കുന്നു സ്ത്രീ ശാക്തീകരണ രംഗത്ത് നിസ്തുല സേവനം ചെയ്യുന്ന അർച്ചന വിമൻ സെൻറ്റർ. ഇവരുടെ വിജയഗാഥയുടെ പടവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇന്നത്തെ സ്ത്രീ ശക്തി പ്രോഗ്രാം. ഏവർക്കും നമസ്കാരം. ഇന്ന് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളേവർക്കും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സമാധാനവും സൗഖ്യവും സമൃദ്ധിയും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് അർച്ചനയുടെ ഒരു പുതിയ മേഖലയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. പുല്ല് വെട്ടുക എന്ന ആ തൊഴിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ളത് പുരുഷന്മാർ സാമാന്യം ഭാരമുള്ള ഒരു മെഷീനൊക്കെ തൂക്കിയിട്ട് പല സ്ഥലങ്ങളിലും പുല്ലൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നി, ഇത് ഭയങ്കര ഭാരമുള്ളൊരു പണിയായിരിക്കും, ആണുങ്ങളല്ലാതെ വേറെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ മെഷീൻ ഇങ്ങനെ പുറത്ത് തൂക്കിയിട്ടോണ്ട് നടക്കുക എന്ന് പറയുന്ന സ്ത്രീകൾക്ക് അസാധ്യമായൊരു കാര്യമായേക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എങ്കിലും അത് തീരെ അങ്ങ് വിട്ടുകളയാൻ ഞാൻ കൂട്ടാക്കിയില്ല. മറ്റെല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് അസാധ്യമെന്ന് പറയുന്ന മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു അകലം പാലിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അതിന് ഒരു സാധ്യത തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചു. ഈ മെഷീനിൻ്റെ പലതരത്തിലുള്ള മെഷീനുകളൊക്കെ ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചു. ഞാനും ജയശ്രീയും കൂടെയാണ് മെഷീനുകളൊക്കെ പരിചയപ്പെടുന്ന ഒരു നടപടി നടത്തിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജയശ്രീ പറഞ്ഞു, ഇത് അത്ര വലിയ ഭാരമൊന്നുമില്ല, ഒരു 4 കിലോ 5 കിലോ ഒക്കെ കാണുകയുള്ളായിരിക്കണം, നമുക്ക് സ്ത്രീകൾക്ക് വലിയ കുഴപ്പം വരില്ല. അത് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു ബാലൻസ്ഡായ രീതിയിൽ കൂടെ തൂക്കിയിടുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ആശയങ്ങൾ കുറേ കൂടെ ക്ലിയറായി. നമുക്ക് പുല്ലുവെട്ട് എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ആവശ്യമായ ഒരു ജോലിയാണ്. പലപ്പോഴും ഞങ്ങൾ പോലും പലപ്പോഴും ആളുകളെ കിട്ടാതെ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് വെട്ടിക്കളയാനായിട്ടൊക്കെ. വെറുതെ വാളുകൊണ്ട് ഭംഗിയാലൊക്കെ ശരിയായിട്ട് പോകുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഈ കോഴ്സ് ഒന്ന് കൊടുത്തുകൂടാ, ഒന്ന് വിളിച്ചു നോക്കാം ഏതായാലും. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ നമുക്ക് ഏറ്റുമാനൂർ, കടുത്തുരുത്തി ഭാഗങ്ങളിലെല്ലാം ബ്ലോക്കിലുണ്ട്. ഏറ്റുമാനൂർ ബ്ലോക്കിലുണ്ട്, മറ്റ് പല ബ്ലോക്കുകളിൽ ഞങ്ങളുടെ ഗ്രൂപ്പുകളുണ്ടല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പുകളിലേക്ക് ഇതൊന്ന് വിവരം അറിയിച്ചു. ഒരല്പം താല്പര്യമുള്ളവർ, നല്ലൊരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കടന്നു വരൂ എന്നുള്ള നിലയിലുള്ള അറിയിപ്പാണ് കൊടുത്തത്. ഞങ്ങൾക്കൊരു പുതിയ അവസരം ഒരുക്കുന്നു അർച്ചന എന്നുള്ള നിലയിൽ. അങ്ങനെയുള്ള അറിയിപ്പുകൾ കൊടുത്തപ്പം ആദ്യമൊന്നും ആരും മുന്നോട്ട് വന്നില്ല. അവിടെയും ഈ ഭീതിയാണ്, സ്ത്രീകളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത്. അവരും നോക്കി നിൽക്കുമ്പോൾ ഒരു മെഷീൻ കറങ്ങുന്നു, ഇലക്ട്രിസിറ്റി എവിടെയോ ഒരു സ്വിച്ചൊക്കെ അമർത്തുമ്പോഴത്തേക്ക് കറണ്ട് ഞങ്ങളുടെ മേത്ത് കയറുമോ എന്നൊക്കെയുള്ള എപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ന്യായമായൊരു ഭയം. കത്തതിനും തുറന്നതിന് വരെ ഭയപ്പെടുത്തുന്ന ഒരു ചുറ്റുവട്ടവും അടുത്തുള്ളപ്പോൾ അയ്യോ അത് കറണ്ട് അടിച്ചേക്കും എന്നൊക്കെ അവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പം ആദ്യം ആരും മുന്നോട്ട് വന്നില്ല. 2-3 പ്രാവശ്യം നേരിട്ട് ചെന്ന് സംസാരിച്ചൊക്കെ എൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ, പ്രത്യേകിച്ചും കടുത്തുരുത്തിയിലെ സ്റ്റാഫ് അംഗങ്ങൾ ഷൈനിയും ഏറ്റുമാനൂരെ ചീനു, ഷീല തുടങ്ങിയവരൊക്കെ ഇവരോട് വളരെ നേരിട്ട് ഇടപെട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേനും ഇത് വളരെ എളുപ്പമുള്ളതാണ്, നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമായിരിക്കും, ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന്, പറ്റിയില്ലെങ്കിൽ വേണ്ട, നമുക്കൊരു കൈ കൊടുത്തു നോക്കാം എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞ് ആദ്യം ഒരു പ്രാവശ്യം ഞങ്ങൾ അറേഞ്ച് ചെയ്തു. ആരും വന്നില്ല. 10 പേര് വരാമെന്ന് പറഞ്ഞു, പക്ഷേ സമയമായപ്പോൾ ആരും എത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ പരാജയപ്പെടാൻ തയ്യാറില്ല, നമുക്കൊന്ന് നോക്കാം, ഒരിക്കൽ കൂടി ഒന്നുകൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഒന്നുകൂടെ അവരെ ആ മെഷീനൊക്കെ ഒന്ന് തൊടാനും കാണാനും ഒക്കെ, വെറുതെ നിങ്ങളൊന്ന് മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഒന്ന് വരിക, അല്ലെങ്കിൽ അത് കഴിയുമോ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് വിളിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഒരു 2-3 പേര് താല്പര്യപൂർവ്വം തന്നെ മുന്നോട്ട് വന്നു. അവസാനം ഒരു 4-5 പേര് കഷ്ടിച്ച് കാണുമായിരിക്കും എന്ന് വിചാരിച്ച് തുടങ്ങുന്ന ദിവസം 10 പേര് വന്നു. അത് വലിയൊരു വിക്ടറിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. 5 പേരെ പോലും കിട്ടുകയില്ല എന്ന് തിരഞ്ഞെടുത്ത് 10 പേര് പഠിക്കണമെന്ന ആവശ്യത്തോടുകൂടി കയറി വന്നു. അതിൽ 2-3 പേര് നല്ല സ്മാർട്ടായിട്ട്
ഇതൊരു വരുമാന മാർഗമായി മാറ്റണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്നവരാണ്. അതിൽ ഒരാൾ പറഞ്ഞു, എനിക്ക് പല തൊഴിലുകളും പഠിക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ ഇതൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ പഠിപ്പിക്കാനായിട്ടൊരു ആശാനെ ജയശ്രീ കണ്ടെത്തി. ഈ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ അന്ന് വരെ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിലും ഞാൻ ശ്രമിക്കാം, ട്രെയിനിങ് കൊടുത്ത് നോക്കട്ടെ, ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അയാൾ ഞങ്ങളുടെ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ത്രീകളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തതാണ്, ഇതൊരു ബുദ്ധിമുട്ടുള്ള ജോലിയേ അല്ല, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്ന് എടുത്ത് നോക്കിക്കേ, ഈ മെഷീൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതിനെല്ലാം അടിച്ചൊക്കെ അതൊക്കെ കാണിച്ചു കൊടുത്തു. അത് തോളയിലിട്ടെന്ന് എഴുതിപ്പിച്ച് നോക്കി, അത്രയും വെയിറ്റൊക്കെ ഉള്ളൂ, എന്നാൽ പിന്നെ നോക്കാം. അങ്ങനെയുള്ള ഒരു സെൻസ് അവർക്ക് കൊടുത്തുകൊണ്ട് അത് വളരെ ലളിതമായിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അയാൾ കൊണ്ടുവന്ന മെഷീനിൽ തന്നെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു നോക്കി. ആ ട്രെയിനിങ് പൊതുവെ ഞങ്ങളുടെ എല്ലാ ടെക്നിക്കൽ ട്രെയിനിങ്ങുകളുടെയും ചാർജ് ജയശ്രീയാണ് ആ ട്രെയിനിങ്ങിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ വളരെ വിജയകരമായിട്ട് ആ ട്രെയിനിങ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ജയശ്രീ പോലും പറഞ്ഞത് ഇത്രയും ആവേശത്തോടെ ഒരു പഠനം, ഒരു ട്രെയിനിങ് എടുത്ത ഗ്രൂപ്പ് ഇത് ആദ്യമാണ് എന്നാണ്. പല ട്രെയിനിങ്ങുകൾ കൊടുക്കുമ്പോഴും ഈ വിളിച്ചവരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ട് വരാതിരിക്കുന്നത് എങ്ങനെയെന്ന് വിചാരിച്ച് ഒരുപാട് സ്ത്രീകൾ പരിശീലനത്തിന് വരാറുണ്ട്. അതല്ലെങ്കിൽ ഒരു കഷ്ടിച്ച സമയം ഒന്ന് തീർത്ത് വീട്ടിൽ പോകാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി. ഇത് നേരെ തിരിച്ചായിരുന്നു. എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമെന്നുള്ളൊരു വാശി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരിൽ എല്ലാവരെയും തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ നേട്ടം. അപ്പം വളരെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ജയശ്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു ട്രെയിനിങ് ആയിരുന്നു ഇത്. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവരിൽ ഒരാൾ ഒരിക്കലും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലായിരുന്നു, മെഷീൻ കയ്യിലെടുത്തിട്ടില്ലായിരുന്നു. എങ്കിലും അന്ന് തന്നെ അത് വെട്ടുന്നൊരു വിധം കണ്ടാൽ അതിനൊരു പ്രത്യേക നൈപുണ്യം സ്വമേധയാ ഉള്ള ഒരു വ്യക്തിയെപ്പോലെ സ്കില്ല്, അവളിൽ തന്നെ അതിനൊരു സ്കില്ലുള്ളതുപോലെ തോന്നുമായിരുന്നു. അവൾ ഇങ്ങനെ അവിടെ തലയോലപ്പറമ്പിലാണെന്ന് തോന്നുന്നു, ഒരു അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള പുല്ല് വെട്ടാനുള്ള ഒരു ജോലി കോർപ്പറേഷൻ്റെ ചുമതലയിൽ നിന്നുള്ളൊരു സ്ഥലവും കൂടിയായിരുന്നു. അത് വെട്ടാനുള്ളൊരു ജോലി അവൾക്ക് ആദ്യം തന്നെ കിട്ടുന്നു. അങ്ങനെ അതൊരു വലിയ വാർത്തയായി മാറി. വളരെ സന്തോഷത്തോടെ അവൾ ജയശ്രീയെ വിളിച്ചറിയിച്ചു, എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നു, ഏതായാലും എല്ലാ മാസവും കുറച്ച് ദിവസത്തെ വർക്ക് അങ്ങനെ കിട്ടുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. വേറെയുള്ളവരും സ്വന്തമായിട്ട് വാടകയ്ക്ക് മെഷീൻ എടുത്തുകൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പല സ്ഥലങ്ങളിലും. ഇപ്പം എല്ലാവർക്കും ഓരോ മെഷീൻ വേണമെന്നുള്ളൊരാഗ്രഹമാണ്. ഉടനെ തന്നെ അതിനാവശ്യമായ ലോൺ കൊടുത്തുകൊണ്ട് അച്ഛന് ഒരാളുടെ സഹായം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അവർക്കൊക്കെ മെഷീൻ എടുക്കുവാനായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന തൊഴിലാണിത്. ഒരു ദിവസം 300-350 രൂപ വരെ വേതനം കിട്ടുന്ന ഒരു ദിവസമല്ല, ഒരു മണിക്കൂറിൽ വേതനം കിട്ടുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു മെഷീനും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു 4-5 മണിക്കൂർ ജോലി ചെയ്താൽ 1000-ന് മുകളിൽ രൂപ ഉണ്ടാക്കാൻ കഴിയും. അത് എത്രയോ സഹായകരമാണൊരു സ്ത്രീക്ക്. അത് മനസ്സിലാക്കാൻ സ്ത്രീകൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. നല്ല ശമ്പളം കിട്ടാവുന്ന ജോലികളെല്ലാം സ്ത്രീകൾ ആണുങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ നേരം പോക്കിന് ചകിരിയേട്ടെന്ന് പറഞ്ഞ രീതിയിൽ കൂടെയുള്ള ഒത്തിരി സമയമെടുക്കുന്ന, ഒത്തിരി ഏറെ എന്നാൽ ബന്ധപ്പാടുള്ള അങ്ങനത്തെ പണികൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത ഇപ്പോഴും സ്ത്രീകളുടെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം വലിയൊരു മാറ്റമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ സ്ത്രീകൾ ഇതും കൂടെ കാണുമ്പോഴത്തേക്കും കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇതൊരു അർച്ചനയുടെ ഒരു വിജയഗാഥ കൂടിയാണ്. സ്ത്രീകളുടെ നോൺ ട്രഡീഷണൽ ലൈവ്ലിഹുഡ് സ്കിൽസ് എന്നാണ് ഞങ്ങൾ പറയുക. ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് സ്ത്രീകൾ ചെയ്യാത്ത തൊഴിലുകളിലേക്ക് സ്ത്രീകളെ കടത്തിവിട്ടുകൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാനും കൂടുതൽ ഒരു സംതൃപ്തി നൽകുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ആത്മശക്തി പ്രദാനം ചെയ്യുവാനുമാണ് അർച്ചന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിലും ആത്മബലത്തിൻ്റെ കാര്യത്തിലും എംപവർമെൻ്റ് എന്ന് പറയുന്ന അവരുടെ പവർ കണ്ടെത്തുന്ന കാര്യത്തിലും ഇത്തരം ട്രെയിനിങ്ങുകൾ വളരെ സഹായകമാകും. അങ്ങനെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷമുള്ള ഒരു ട്രേഡാണ് സ്ത്രീകൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അർച്ചന മ്യൂസിക് സെൻ്ററിൻ്റെ 2020 ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സ്ത്രീകളെ പുല്ലുവെട്ട് പരിശീലിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി ആദ്യം പല സ്ഥലങ്ങളിലെ സ്ത്രീകളെ അന്വേഷിച്ച്, എന്നാൽ ഈ മിഷൻ കണ്ടു കഴിയുമ്പോൾ ഏകദേശം
ഒരു 6 അടി 7 അടി പൊക്കമുള്ള ഒരു വലിയ മെഷീനാണ് നമ്മൾ ഈ പുല്ല് വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മെഷീൻ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഈ പ്രത്യേകിച്ച് ബാക്ക് സൈഡിൽ അതിൻ്റെ ആ മോട്ടറും കൂടി കണ്ടു കഴിയുമ്പോൾ ആളുകൾക്കൊരു ഭയങ്കര ഭീതിയായിരുന്നു. കാരണം ഇത് ഞങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ഭീതിയായിരുന്നു. എന്നാൽ ത്രേസ്യാ മിസ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കോട്ടയത്ത് പല സ്ഥാപനങ്ങളിലും പല കമ്പനിയുടെ മെഷീനുകളെ കുറിച്ച് അന്വേഷിച്ച് ഏകദേശം ഒരു 3 കിലോ മുതൽ 7 കിലോ വരെ തൂക്കം വരുന്ന മെഷീനുകളാണ് അവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതിൽ 3 കിലോ എന്ന് പറയുന്ന മെഷീൻ പലപ്പോഴും ചൈനയുടെ കമ്പനിയുടെ മെഷീനുകളായിരുന്നു. അതിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. പിന്നെയുള്ളതിൽ നല്ല കമ്പനി എന്ന് പറയുന്ന മഹിത എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൻ്റെ പാർട്സുകൾ നമുക്കിവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അവസാനം ഞങ്ങൾ ഹോണ്ടയുടെ മെഷീൻ തന്നെ പ്രിഫർ ചെയ്ത് മറ്റു മെഷീനുകളെ അപേക്ഷിച്ച് അല്പം തൂക്കം കൂടുതലുള്ളതും എന്നാൽ നമുക്കിവിടെ എളുപ്പം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അത് കേടുപോക്കാനായിട്ടുള്ള ഒരു അവസരം ഹോണ്ടയുടെ മെഷീനാണ് ഉള്ളത്. അങ്ങനെ മെഷീൻ ചോയ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹോണ്ടയുടെ മെഷീൻ്റെ മോട്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്കൊരു ഭയങ്കര പേടിയായി. ഞങ്ങൾ ഇതിന് ശേഷം രണ്ടാമത് വീണ്ടും ആളുകളെ സംഘടിപ്പിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ശരിക്കും പരാജയപ്പെട്ട് മൂന്നാമത്തെ പ്രാവശ്യം റീജിയൻ ബേസിൽ ആളുകളെ, അതായത് അർച്ചന വിമൻസ് സെന്ററിന്റെ CAG ഗ്രൂപ്പുകളിൽ റീജിയൻ ബേസിൽ ആളുകളെ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഒരു മത്സരം എന്നോണമാണ് സംഘടിപ്പിച്ചത്. അതിൽ കടുത്തുരുത്തി റീജിയനിന്റെ നേതൃത്വത്തിൽ 10 സ്ത്രീകളെ സംഘടിപ്പിച്ചു. എനിക്ക് തോന്നി അതിന്റെ ആദ്യത്തെ ദിവസം ഞങ്ങൾ അവർക്കൊരു സോഷ്യൽ ട്രെയിനിങ് ആണ് നടത്തിയത്. ഈ സോഷ്യൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മിഷൻ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചും ഇത്ര കിലോയെ തൂക്കമുള്ളൂ, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാമെന്നും നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റിയെടുത്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും, അങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ അവരെ വേണ്ട പരിശീലനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവരിലൊരു വലിയ മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആ ഒരു മാറ്റം എനിക്ക് തോന്നുന്ന അർച്ചനയുടെ ഒരു വലിയ വിജയഗാഥ തന്നെയായിരുന്നു. തുടർന്ന് ഞങ്ങൾ 3 ദിവസങ്ങളിലായിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് നടത്തി. ഒന്നാമത്തെ ദിവസം മിഷൻ പരിചയപ്പെടുത്തലും മിഷൻ ബാലൻസിങ്ങുമായിരുന്നു. അതോടൊപ്പം തന്നെ അതിനകത്ത് അതിൻ്റെ ആ ത്രെഡ് ഇടാനായിട്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതുപോലെ അതിൻ്റെ ഓയിൽ ഇടാന്, ഗ്രീസ് ഇടാന്, അതുപോലെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെ അതിൻ്റെ ആക്സിലറേറ്റർ കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഒന്നാമത്തെ ദിവസം നമ്മൾ അവരെ കൊണ്ട് പരിശീലിപ്പിച്ചത്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഒരു പ്ലോട്ട് കണ്ടെത്തി ആ പ്ലോട്ടിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുപോയായിരുന്നു. 10 പേരുള്ളതിൽ 5 പേരെയാണ് ആദ്യത്തെ ദിവസത്തെ പരിശീലനത്തിനായിട്ട് കൊണ്ടുപോയത്. ഒരാൾക്ക് 1 മണിക്കൂർ കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ ട്രെയിനിങ് പ്ലാൻ ചെയ്തു. അതനുസരിച്ച് തന്നെ നമ്മൾ അവർക്ക് ഓരോരുത്തർക്കും മെഷീൻ കൈകാര്യം ചെയ്യാൻ കൊടുത്തു. ആദ്യത്തെ അരമണിക്കൂർ അവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഒരാൾക്ക് കൈമാറുകയായിരുന്നു. അപ്പം ഓരോരുത്തരും കൈമാറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എങ്ങനെ മറ്റുള്ളവർ മെഷീൻ കൈകാര്യം ചെയ്യുന്നത്, ഓരോരുത്തരും മാറി മാറി മെഷീൻ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അല്പം കൂടെ മെച്ചപ്പെടുത്തണമെന്നുള്ളത്. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയമായപ്പം എല്ലാവരുടെയും കൈകളിൽ മെഷീൻ ഒതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് വളരെ വിജയകരമായിട്ട് പറയാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് വേറൊരാൾക്ക് കൂട്ടിനായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് വേണം പറയാനായിട്ട്. കാരണം പുള്ളിയുടെ കയ്യിൽ മെഷീൻ ആ ശരിയായ വിധത്തിൽ മെഷീൻ ആ ഓടിക്കുന്ന ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും മെഷീൻ ആ ഒരു ചായ്വോട് കൂടി വേണം മെഷീൻ കൈകാര്യം ചെയ്യാൻ. ആ ഒരു പ്രക്രിയ വളരെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്തത് ആ വ്യക്തിയാണ്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ കുറുപ്പന്തറ അടുത്ത് ആണ് വർക്ക് ഏറ്റെടുത്തത്. ഞങ്ങളൊരു വർക്കിലേക്കായിരുന്നു പോയത്. ഒരു പള്ളിയുടെ കോമ്പൗണ്ട് ക്ലീനിങ് ചെയ്യുന്നതിനായിട്ടാണ് പോയത്. കാരണം ആളുകൾക്ക് എങ്ങനെയാണ് നമ്മളൊരു പെർഫെക്ഷനോട് കൂടി വർക്ക് പൂർത്തീകരിക്കേണ്ടതെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ വർക്ക് സൈറ്റിലേക്ക് പോയി. അവിടെയും 5 പേർക്ക് പരിശീലനം കൊടുക്കുകയും വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി എല്ലാ ട്രെയിനീസിനെയും, അതായത് 10 പേരെ ഞങ്ങൾ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഞങ്ങൾ കടത്തുകയുമായിരുന്നു ചെയ്തത്. അവിടെ ആ നാട്ടുകാർക്ക് തന്നെ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു. കാരണം സ്ത്രീകളെ കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് പുല്ല് വെട്ടാൻ സാധിക്കും എന്നുള്ളത്. അത് തന്നെയല്ല, അവർക്ക് ആ പള്ളിയുടെ ചുറ്റുപാടും വെട്ടിത്തെളിച്ചു കഴിഞ്ഞപ്പം അവർക്ക് തന്നെ ഒരു സംശയം, ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ സ്ത്രീകൾ പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട് വേണം ഈ വർക്കിലേക്ക് കടന്നു വരാനാണെന്നാണ് അവർക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറമ്പിലേക്കൊക്കെ പണിക്ക് പോകുമ്പം ചിലപ്പോൾ ചില തോട്ടങ്ങളോ പോലെയുള്ള വെട്ടിത്തെളിക്കുന്ന സമയത്ത് പാമ്പോ അതുപോലെ തന്നെയുള്ള മറ്റ് പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുരിദാർ പോലെ ഡ്രസ്സാണെങ്കിൽ നമ്മുടെ ദേഹത്ത് മുട്ടാനും പല അലർജികളോ വിഷമുള്ള പാമ്പൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പല വിധത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അപ്പം നമ്മൾ നേരത്തെ തന്നെ അവരോട്
പാൻറ്റും ഷർട്ടും അതുപോലെ തന്നെ അതിന്റെ സേഫ്റ്റി മെഷേഴ്സും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ വർക്കിന് ഇറങ്ങാവൂ എന്ന് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ നിർദ്ദേശം പാലിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിലെ തെങ്ങ് കയറാൻ പരിശീലനം നേടിയ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി തെങ്ങ് കയറാൻ പോലും ചുരിദാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ചേച്ചി പറയും, എനിക്ക് പാൻറ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ തന്നെ അല്ല എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഇനി മുതൽ ഞാൻ തെങ്ങ് കയറാൻ പോകുമ്പോഴും ഈ ഒരു വേഷമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചേച്ചിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു കമന്റ്സ്. അതുപോലെ തന്നെ ഞങ്ങൾ അവരെ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ വർദ്ധിച്ച്, കാരണം ഞങ്ങൾ ഇത്രയും നാളും ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ലാത്ത സ്ത്രീകളായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ കഴിവുള്ളവരാണ്, സാധാരണ വീട്ടമ്മമാരല്ല. ഇനിയും ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ പ്രാഗൽഭ്യങ്ങൾ തെളിയിക്കേണ്ട അവസരങ്ങൾ കിടപ്പുണ്ട്. അത് ഞങ്ങൾ അർച്ചനയിലൂടെ നേടിയെടുക്കും എന്ന് തന്നെ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവർ ഈ ട്രെയിനിങ് ഫീൽഡ് വിട്ട് അവരുടെ വർക്ക് സൈറ്റിലേക്ക് പോയിരിക്കുന്നത്. നമ്മുടെ ആളുകളുടെ എല്ലാം തെറ്റായ ധാരണ കിടന്ന് ഇതിങ്ങനെ സഞ്ചി പോലെ തൂക്കിയിട്ട്, അതായത് ഫുൾ ബോഡിയിലാണ് ബെൽറ്റ് പോകുന്നത്. കണ്ടോ, ഈ ബെൽറ്റിന്റെ ഉണ്ട് നമ്മുടെ 2 ഷോൾഡറിൽ ഇതിന്റെ സെയിം വെയിറ്റ് ആവില്ല. അങ്ങനെ അപ്പൊ നമുക്ക് അല്ലാതെ ഒരു സൈഡിലേക്ക് മാത്രം സ്റ്റാർട്ടാക്കിട്ട് ഇങ്ങനെ എടുത്തോ അല്ലേ? ഇതാണ് അറിയാവോ? മേടിച്ച് വിളിക്ക് വെച്ചിട്ട് അറിയില്ല. ഇത് പലത്ത് സൈഡ് പറഞ്ഞേ, പലത്ത് സൈഡ് ഇവിടെ പറഞ്ഞാൽ അങ്ങനെ മെഷീൻ എടുക്കുന്ന കൊളുത്തി കിട്ടും. നോക്കി അതിട്ട് നോക്കി തന്നെ വെയിറ്റ് താങ്ങി. വലിയ വെയിറ്റ് അല്ല മിസ്സേ, 12 കിലോ ഉണ്ട്. ഇത് എത്ര? 12 കിലോയുടെ 12 കിലോയ്ക്ക് വെയിറ്റുള്ളൂ. അതിനകത്ത് അവിടെ കുറച്ച് വെയിറ്റ് ഇത് കൈകൊണ്ട് അകത്തണം. 7.5 കിലോമീറ്റർ മേലിലോട്ട് അത്രയാണ്. 7.5 കിലോയുടെ പക്ഷേ അന്നേരം നമുക്ക് വൈബ്രേഷൻ കൂടുതലാണ്. ആ വലത്ത് കൈ കൊണ്ട് ഇടത്തോട്ട് മുറിക്കാറുള്ളത് മുറിവുകൾ, വലത്തോട്ട് മുറിവല്ല. ഇടത്തോട്ടാണ് മുറുക്കുന്നത്. ശരിക്കും മുറുക്കണം. അത് മുറിഞ്ഞു. ഇത്ര മനസ്സിലായില്ലേ? ഇവിടെ കാണിക്കണോ? അവർ തന്നെ ഓരോരുത്തർ വന്നേ ചെയ്ത് നോക്കിയതാ. കണ്ടു പഠിച്ചെങ്കിലും ഒരു പ്രാവശ്യം കണ്ടോളൂ. ഒന്നുകൂടെ അഴിച്ച് കാണിക്കും. അവരൊക്കെ കഴിച്ചു നോക്ക്. കഴിക്കാൻ അഴിക്കുന്ന വലത്തോട്ട്. തയ്യൽ മെഷീന്റെ ആ 150 തന്നെയുള്ളത്. ആ അഴിക്കും. അപ്പം അഴിക്കില്ല, വലത്തോട്ട് അഴിക്കുന്നു, ഇടത്തോട്ട് മുറുക്കുന്നു. ഇത് കയറ്റിയിട്ട് ഇട്ടിട്ട്
അതിനകത്ത് എവിടെയും അളവുണ്ടായില്ല വീഡിയോ ചെയ്യുന്നതിന് അതോ ഒരു ഇത്ര അതിനകത്ത് ഒരു ഇതിപ്പോൾ ഇവിടെ വരെ അതും അതുപോലെ തന്നാറിന് വെക്കണം മറ്റേ ഇതും കൊണ്ടാണ് ഇങ്ങനെ കൂടെ ഇറങ്ങിക്കോളൂ. ഇത് കറങ്ങുമ്പോൾ അകത്ത് കറങ്ങുമ്പോൾ അതങ്ങോട്ട് ഇറങ്ങിക്കോളൂ. മറിയുമോ? അത് പഠിച്ചില്ലേ? എത്ര കാര്യം പഠിച്ചില്ലേ? ഇപ്പോൾ ഇനി നമ്മൾ ഈ വള്ളി ഇടുന്ന സംഭവം എല്ലാവരും മനസ്സിലാകും കേട്ടോ. ഒരാൾക്ക് മനസ്സിലായാൽ പോരെ. അതല്ല സകലങ്ങൾ എങ്ങാണ്ട് മാറി നിന്നാണ് ഒരു അകലത്തിനകത്തെ ആ സൈഡിലേക്ക് കിടന്നു നിന്നോ അപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ ഇവിടെ വള്ളി ഇവിടെ വരണം. എല്ലാവരും ഇവിടെ വരും. വണ്ടി വന്നാലേ കാണുള്ളൂ. നിന്നെങ്കിലേ അത് ഏതാ ഇതല്ലേ ആ ഇവിടെ കാത്തു കേട്ടോ.